നമ്മുടെ ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചതോർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. ദൈവമക്കളാണെങ്കിലും പലപ്പോഴും അവരുടെ മേൽ ചില നിന്ദകൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശത്രുവിൻ്റെ പരിഹാസവും അവരുടെ നിന്ദയും അത് നമ്മെ ഏറെയധികം ദുഃഖിപ്പിക്കും. ദൈവത്തിൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ അവരുടെ അനുസരണക്കേട് നിമിത്തം 430 വർഷക്കാലം മിസ്രയീമിൽ പോയി അവിടെ അടിമത്തത്തിൽ ജീവിക്കേണ്ടി വന്നു. 4 തലമുറകൾ മിസ്രയീമിലെ അടിമത്തത്തിൽ ജീവിച്ചു. വാസ്തവത്തിൽ ദൈവമക്കൾ മിസ്രയീമിൽ പോയി അവർക്കൊരു പരിചയമില്ലാത്ത രാജ്യത്ത്, പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിൽ വ്യത്യസ്തമായ ആചാരങ്ങളും ആരാധനാ രീതികളുമുള്ള ഒരു കൂട്ടം ജനത്തിൻ്റെ ഇടയിൽ അടിമകളായി പാർക്കേണ്ട ഗതികേട് അത് ഏറ്റവും ദുഃഖകരമായ സംഗതിയാണ്. സ്തോത്രം. എന്നാൽ എന്തു ചെയ്യാം? ദൈവത്തോട് മത്സരിച്ചത് മൂലം, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ ദൈവത്തോട് മറുതലിച്ചത് മൂലം ദൈവത്തിന് അങ്ങനെ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടി വന്നു. എന്തായാലും ദൈവമക്കളായിരുന്ന ഇസ്രായേൽ ജനം 430 വർഷക്കാലം മിസ്രയീമിൽ അടിമകളായി പാർത്തു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. എക്കാലവും അവിടെ തന്നെ അവർ തുടരും. അവരെ കൊണ്ട് എല്ലാവിധമായ കഠിനമായ ജോലികളെയും ചെയ്യിച്ച് വളരെയധികം അവരെ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചിരുന്ന മിസ്രയീം രാജാവും അവിടുത്തെ മറ്റുള്ള ജനങ്ങളും അധികം സന്തോഷിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഇനിയും തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ദൈവത്തിന് തീരുമാനമായി. ദൈവം അങ്ങനെ ആഗ്രഹിച്ചത് മൂലം മോശയെ മിസ്രയീമിലേക്ക് അവരുടെ വിമോചകനായി ഒരുക്കി അയക്കുകയും അവിടെ നിന്ന് മോശെ അവരെ മോചിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു. സ്തോത്രം. എന്നാൽ മോശ മരിച്ചുപോയി. മോശയുടെ മരണശേഷം യോശുവ അവരെ നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തു. ആ യോശുവ അവരെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ യാത്ര പുറപ്പെടുവിച്ചത് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം വാഗ്ദത്തം ചെയ്തത് വൃഥാവല്ല എന്ന് കാണിക്കുവാൻ ദൈവം അവർക്കൊരുക്കിയിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് അവിടെ പോയി ആ ദേശം കണ്ട് മടങ്ങി വന്ന ആളുകൾ സാക്ഷ്യം പറയുവാനിടയായി എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ആ വസ്തുതകളെല്ലാം സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാന്തരം ഭൂമിയാണ് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. ആ വാഗ്ദത്ത ദേശത്ത് കടക്കുന്നതിന് തടസ്സമായി ചെങ്കടൽ അവർക്കൊരു തടസ്സമായി നിന്നു. ദൈവം ആ ചെങ്കടലിനെ വിഭാഗിച്ചു. അവരെ ഉണങ്ങിയ നിലത്തുകൂടി ഇക്കരെ കടത്തി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ദൈവമക്കളുടെ മുൻപിൽ പിന്നെയും പ്രതിസന്ധികൾ ഉണ്ടായത് നമുക്ക് കാണുവാൻ സാധിക്കും. യോർദാൻ നദി അവർക്ക് വളരെ ഒരു വലിയ തടസ്സമായി നിന്നു. എന്നാൽ യോർദാൻ നദിയെയും
രണ്ടായി വിഭാഗിച്ച് അതിൻ്റെ മേലൊടുക്ക് നിർത്തി ദൈവം അവിടെയും അവർക്ക് വേണ്ടി സഹായത്തിൻ്റെ കരം നീട്ടി. അങ്ങനെ യോർദാനെ വിഭാഗിച്ചത് നിമിത്തം ഇസ്രായേൽ ജനം മുഴുവനും യോർദാൻ കടന്ന് ഗിൽഗാൽ എന്ന സ്ഥലത്തെത്തി. സ്തോത്രം. എരിഹോ സമഭൂമിയിലുള്ള ഗിൽഗാൽ എന്ന സ്ഥലത്ത് അവർ പാളയമിറങ്ങി. സ്തോത്രം. അപ്പോൾ ദൈവം യോശുവയോട് സംസാരിച്ച ഒരു വാക്യമാണ് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇതുവരെ ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. സ്തോത്രം. അതെ, അവരുടെ മേൽ മിസ്രയീമിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിന്ദാപാത്രമായി തീരുവാനിടയായി. അവരുടെ മേൽ ആ നിന്ന എന്നും നിൽക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. സ്തോത്രം. വാഗ്ദത്ത ദേശത്ത് എത്തി അവരുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ദൈവം യോശുവയെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ പണ്ടത്തെ അനുഭവത്തിലേക്ക് ഒരു പുതിയ തലമുറ പ്രവേശിക്കുവാനിടയായി. സ്തോത്രം. അപ്പോഴാണ് യോശുവയോട് ദൈവം അരുളി ചെയ്യുന്നത്, ഞാൻ ഇന്ന് മിസ്രയീമിൽ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതേ, ദൈവമക്കളുടെ മേലുണ്ടായിരുന്ന നിന്ന തുടരുവാൻ ദൈവം അനുവദിച്ചില്ല. ഗിൽഗാലിൽ വെച്ച് അതുവരെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന നിന്ന ദൈവം ഉരുട്ടി മാറ്റി. അവരുടെ മേൽ ഇനി മറ്റാർക്കും ഒരു അവകാശവുമില്ല, ഒരു ആധിപത്യവുമില്ല. ഇത് പൂർണ്ണമായിട്ടും അവർ ദൈവം സ്വതന്ത്രരാക്കി ഇതാ വാഗ്ദത്ത ദേശത്ത് അവരെ എത്തിക്കുക തന്നെ ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിലും പലവിധത്തിലുള്ള നിന്ദകൾ, ചില അവകാശവാദങ്ങൾ, ചില ആധിപത്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ ആധിപത്യം അങ്ങനെ തുടരുവാൻ ദൈവം അനുവദിക്കുന്നതല്ല. ചില നാളുകളിലേക്ക് ചില നിന്ദയും ചില പരിഹാസവും അപവാദവും ഒക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് എക്കാലത്ത് തുടരുമെന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. അതൊക്കെ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. ആ കാലഘട്ടം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുവെന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ മതി. അത് ദൈവം നമ്മളെ പരീക്ഷിച്ചതല്ല. പിന്നെയോ ദൈവമക്കളെന്ന് പറയുന്നവരുടെ ജീവിതത്തിലും വന്നു ഭവിച്ചതായ ചില കുറവുകൾ നിമിത്തം ഉണ്ടായ ഒരു കാലഘട്ടമാണത്. സ്തോത്രം. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തോട് വീണ്ടും നാം അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയും വചനങ്ങളും ഒക്കെ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ ദൈവം പിന്നെയും നമ്മളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ ഗിൽഗാൽ. അടിമ വീട്ടിൽ നിന്ന്, മിസ്രയീം ദേശത്ത് നിന്ന് ഒരു പുറപ്പാട് നമുക്കുണ്ട്. ആ പുറപ്പാട് അവസാനിക്കുന്നത് വാഗ്ദത്ത കനാൻ ദേശത്താണ്. ആ കനാൻ ദേശത്ത് പിന്നെയും ആരുടെയെങ്കിലും അവകാശമോ ആരുള്ളിയ സ്തോത്രം നിന്നയോ ദൈവമക്കളുടെ മേൽ തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ തൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തെ ദൈവം അങ്ങനെ ആ നിന്ദകളിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഹാലലിയ എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയുവാൻ കഴിയുന്നത് ഹാലലിയ ആരുടെ മേലും ഒരു നിന്ദയും തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുക. ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നിന്ദയും, എല്ലാവിധമായ അപമാന ഭാരവും സ്തോത്രം ആധിപത്യവും സ്തോത്രം ദൈവം നിങ്ങളിൽ നീക്കി നിങ്ങളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാക്കി യഥാർത്ഥ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് കരം പിടിച്ചുയർത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുക. സ്തോത്രം. ഇനി ഞാൻ എൻ്റെ ദൈവത്തോട് മത്സരിക്കുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പെറുപിറുക്കുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തെ കോപിപ്പിക്കുകയില്ല. ദൈവത്തോട് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്ത് വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും ദൈവം കാണിച്ചു തരുന്ന നിലയിൽ ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്താൽ നിശ്ചയമായും ഒരു വലിയ അനുഗ്രഹം അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് ഉറപ്പായി എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ബ്രാക്കറ്റ് പീരീഡ് ഹാലിയ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ളൊരു കാലഘട്ടമാക്കി തീർത്ത്
ആമേൻ ഹല്ലേലൂയ. ഈ നിന്ദയുടെ ഈ അപവാദത്തിന്റെ ചുഴിയിൽ നിന്ന് പുറത്തു വരുവാൻ ആമേൻ ഹല്ലേലൂയ യഥാർത്ഥമായി ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത നന്മകൾ കരഗതമാക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തരുന്നത് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധ പ്രാർത്ഥനയും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.